നമ്മളൊരു ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കേണ്ടത്, ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തെ ഏറ്റവും മീനിങ് ആക്കുന്ന കാര്യം എന്തായിരിക്കും? ഇങ്ങനെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല ഉത്തരങ്ങൾ വരാം. നന്നായി ദൈവവചനം അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. ഇല്ലെങ്കിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രെയർ ലൈഫ് അതൊക്കെ ഉണ്ട്, ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എല്ലാ സ്പിരിച്വൽ ഡിസിപ്ലിൻസും ഉണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചിലവർ ചിന്തിക്കാം. അതുപോലെ തന്നെ ചേർച്ചിൽ, കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയിട്ട് കുറേ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാക്രിഫിഷ്യലായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണോ എന്ന് വെച്ചാൽ ഇതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ദൈവവചന ഭാഗം നമ്മളെ മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നത്, ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അവിടെ ഒരു കാര്യം മിസ്സായാൽ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതിങ്ങനെയാണ് വായിച്ചത്: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന രീതിയിൽ ആത്മീയമായിട്ട് ഞാൻ കുറച്ച് വളർന്നു, അല്ലെങ്കിൽ ഞാൻ ഗ്രോ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പം നമ്മളെ ഏറ്റവും അധികം ചലഞ്ച് ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ഈ വായിച്ചത്. മാത്സിൽ ഇങ്ങനെ 0 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് നമുക്കറിയാം. ആ ഡിജിറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചാൽ അതിനൊരു വാല്യൂ ഇല്ല. ഓക്കെ, ഇവിടെ കണ്ടോ, 0 ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് 2 0 ഇട്ടാലും അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. 3 0 ഇട്ടാലും ഡിജിറ്റ് കൂടുന്നേ ഉള്ളൂ, പക്ഷെ അതിനൊരു വാല്യൂ വരുന്നില്ല. 4 0 ഇട്ട് നോക്കി, 5 0 ഇട്ട് നോക്കി, 6 0 ഇട്ടാലും അതിന് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല. എന്നാൽ ഒരു മാജിക് ഉണ്ട്. ഈ 0യുടെ മുമ്പിൽ ഇഫ് യു ആഡ് 1 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചാൽ അത് വാല്യൂ പെട്ടെന്ന് ആ 0യ്ക്ക് ഒരു വാല്യൂ വരികയാണ്. 10 ആകുന്നു, അത് 100 ആകുന്നു, 1000 ആകുന്നു, 10,000 ആകുന്നു, 1,00,000 ആകുന്നു, 10,00,000 ആകുന്നു, അങ്ങനെ മുമ്പോട്ട് പോവാം. നമ്മൾ മനസ്സിലാക്കുക, 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു വാല്യൂ ഇല്ല. എന്നാൽ ഒരു കാര്യം ചേർക്കുമ്പം അതിനൊരു വില വരികയാണ്. മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം ഗസ്റ്റ് വരും. അപ്പോൾ ഏറ്റവും ക്വാളിറ്റിയുള്ള അരി മേടിച്ചു, ഏറ്റവും നല്ല അരി മേടിച്ചു, നല്ല കോഴി മേടിച്ചു, ഏറ്റവും നല്ല മസാലയും സ്പൈസും എല്ലാം എടുത്തു വെച്ചു, നല്ല കാഷ്യൂ നട്ട്സ് ചേർത്തു, ഉണ്ടാക്കേണ്ടതുപോലെ ഉണ്ടാക്കി. കറക്റ്റ് അരിയുടെ വേവ്, ഇറച്ചി കറക്റ്റായിട്ട് വന്നു, ബിരിയാണിയുടെ കളറ് വന്നു, നല്ല പാകത്തിനെല്ലാം ദം ചെയ്തെടുത്തു, പ്രോപ്പറായിട്ട് ഗാർണിഷ് ചെയ്തെല്ലാം നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ചേർത്തില്ല, ഉപ്പ് ചേർത്തില്ലെങ്കിൽ ആ കഴിക്കുന്നവർക്ക് ആ ചെയ്തതും കാണുമ്പോൾ എല്ലാം അവിടെ ഉള്ള പോലെ തോന്നും. ഈ ഒരു ബിരിയാണിക്കകത്ത് ഉപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെങ്കിൽ അത് ഒട്ടും നമുക്കെന്താ പറയുന്നത്, കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകും അല്ലേ? എന്ന് പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ക്രിസ്തീയ വിശ്വാസത്തിൽ വിലയുള്ള കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഇതൊന്നുമല്ലാതായി മാറുകയാണ്. നിങ്ങളൊരു വീട് പണിയുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു വീട്ടിലെ റൂമിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റ് ഇട്ട് വെച്ചു, ഫാൻ ഇട്ട് വെച്ചു, ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ മേടിച്ചു വെച്ചു, എല്ലാം ഉണ്ട് അവിടെ ആ വീട്ടിൽ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇലക്ട്രിസിറ്റി ആ കണക്ഷൻ വന്നിട്ടില്ലെങ്കിൽ വല്ല പ്രയോജനവും ഉണ്ടോ? അല്ലേ? ഏറ്റവും നല്ലൊരു കാറ് മേടിച്ചെന്ന് വിചാരിക്കുക, പുതിയ കാറ്, നല്ല അതിൻ്റെ ബോഡിയൊക്കെ ഇങ്ങനെ തിളങ്ങുവാണ്, നല്ല ടയർ, എല്ലാം നല്ല ഇത്, പക്ഷേ ആ എൻജിൻ എല്ലാം നല്ല കണ്ടീഷനിലാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ഫ്യൂവൽ ഇല്ലെങ്കിൽ ആ വണ്ടി ഒരു ഇഞ്ച് പോലും മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ
അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, നല്ലതെന്ന് വിചാരിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വേണ്ടതായ ഒരു കാര്യമില്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം വെറും വട്ടപൂജ്യമായി പോവുകയാണ്. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള സഭ, അത് അപ്പോസ്തലനായ പൗലോസ് തന്നെ സ്ഥാപിച്ച ഒരു സഭയാണെന്ന് നമുക്കറിയാം. ആ സഭയിലെ ആൾക്കാർക്ക് എഴുതിയ ഒരു എഴുത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ച ആ അധ്യായം, 1 Corinthians chapter 13. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ എഴുതിയ കാലത്തൊന്നും ഇത് ചാപ്റ്റേഴ്സ് ആയിട്ടോ വേഴ്സസ് ആയിട്ടോ ഒന്നും വന്നിട്ടില്ല. പിന്നീടാണ് അത് അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അതൊരു ലെറ്ററിൻ്റെ ഒരു ഭാഗമാണ്. ഇദ്ദേഹം ഈ എഴുതുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ. കാരണം കൊരിന്ത് എന്ന് പറയുന്നത് അപ്പോസ്തലൻ പല പട്ടണങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൊരിന്ത് ഒരു സ്പെഷ്യൽ കേസായിരുന്നു. കൊരിന്ത് എന്ന് പറയുന്ന ആ പട്ടണത്തെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് മാത്രം ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. കൊരിന്ത് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഗ്രീസിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. ഈ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ ഭയങ്കര ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനായിരുന്നു. അന്നത്തെ ആ പ്രാചീന കാലത്ത് പട്ടണങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? പോർട്ടുകളുള്ള, തുറമുഖങ്ങളുള്ള പട്ടണങ്ങളായിരിക്കും ഏറ്റവും ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. കാരണം അവിടെ ആയിരിക്കും ട്രേഡ് നടക്കുന്നത്, കപ്പലുകൾ വരുന്നത്. ഈ കൊരിന്തിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, ഈ പട്ടണം ഇരിക്കുന്നത് ഇസ്മസ് ഓഫ് കൊരിന്ത് എന്ന് പറഞ്ഞ ഒരു ഇസ്മസിൽ, അതായത് 2 ലാർജർ ലാൻഡ് ഏരിയാസിനെ ഒരു നാരോ പീസ് ഓഫ് ലാൻഡ് ജോയിൻ ചെയ്യുന്നതിനാണ് ഇസ്മസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുമായിട്ട്, കൊരിന്തിൻ്റെ 2 സൈഡിലുമായിട്ട് 2 കടലുകളുണ്ട്. 2 പോർട്ടുള്ള ഒരു വലിയ സിറ്റി ആയിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ലൊക്കേഷൻ്റെ പ്രത്യേകതയും ഇവിടെ 2 പോർട്ട് ഉള്ളത് കൊണ്ടും ആ കാലത്ത് കൊരിന്ത് ഈ പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ കാലത്ത് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കച്ചവടക്കാർ വരും, സെയിലേഴ്സ് വരും, മേർച്ചൻസ് വരും, അങ്ങനെ ഏറ്റവും പണക്കാരായിട്ടുള്ളവരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ട്രാവൽ ചെയ്ത് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. ഈ പട്ടണത്തിന് ഭയങ്കര പ്രത്യേകതകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. കാരണം ഇവിടെ ഗ്രീക്കുകാർ മാത്രമല്ല താമസിച്ചത്, അവിടെ റോമാക്കാരുണ്ട്, ഗ്രീക്കുകാരുണ്ട്, യഹൂദന്മാരുണ്ട്, പല റിലീജിയനിലുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, പല ലാംഗ്വേജസ് പറയുന്നത്, പല ഫിലോസഫികളുള്ളവർ, അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി. ആ സിറ്റിയിൽ അതുപോലെ തന്നെ ഇവിടെ ട്രേഡ് നന്നായിട്ട് നടക്കുന്നതുകൊണ്ട് ആളുകളുടെ കയ്യിലൊക്കെ പൈസ ധാരാളമുള്ള ഒരു ധനികരുടെ പട്ടണവും കൂടെയായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, അവിടെ കച്ചവടക്കാർ വരുന്നു, കപ്പലുകൾ സ്ഥിരമായിട്ട് വരുന്നു, ടൂറിസ്റ്റുകൾ വരുന്നു. അതിനോടൊപ്പം തന്നെ പട്ടണം വളരുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈലും ആ ഒരു രീതിയിലോട്ട് മാറിയിരുന്നു. അന്നത്തെ കാലത്ത് കൊരിന്ത് മറ്റൊരു കാര്യത്തിനും കൂടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. കൊരിന്ത് അധാർമിക ജീവിതത്തിന്, ഇമ്മോറൽ ലൈഫ് സ്റ്റൈലിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പം തന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ വരും ഇമ്മോറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും. അപ്പം അന്നത്തെ കാലത്ത് ഒരാൾ കൊരിന്ത്യനാണ്, ആ സ്ത്രീ കൊരിന്ത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മോറൽ ലൈഫ് ഒട്ടും നല്ലതല്ല എന്നുള്ള രീതിയിൽ അന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് അതുപോലെ തന്നെ അവിടുത്തെ ആരാധനാ രീതിക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, അഫ്രോഡൈറ്റ് ദേവീനെ ആരാധിക്കുന്ന. അതിനോട് ചേർന്നിട്ടുള്ള ഇമ്മോറൽ റിലീജിയസ് പ്രാക്ടീസസും അവിടെ നടന്നിരുന്നു, ഈ ദേവദാസി സമ്പ്രദായം പോലത്തെ ഉള്ളതൊക്കെ. സോ ഇത് വിസിറ്റ് ചെയ്യാനും ആൾക്കാർ വരികയും അങ്ങനെ ഒരു സ്ഥലത്താണ് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷവുമായിട്ട് ആദ്യമായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ എഴുതുന്നുണ്ട്, ഞാൻ ആ കൊരിന്തിൽ ചെല്ലുമ്പം ബാക്കി സ്ഥലങ്ങളിലെ പോലെയല്ല, ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഇവിടെയുള്ള ആൾക്കാരെങ്ങനെയാണ്, വലിയ വലിയ ആൾക്കാർ, ഫിലോസഫർ അറിയാവുന്നവർ, വലിയ ധനവാന്മാരായിട്ടുള്ളവർ, ഒത്തിരി അടിമകൾ സ്വന്തമായിട്ടുള്ളവർ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ സുവിശേഷം കേൾക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിലൊരു ശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവിടെ കുറച്ച് പേര് ഈ സുവിശേഷത്തോട് വളരെ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുകയും കൊരിന്തിലൊരു ചർച്ച ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഈ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത്.
അവിടെ സ്ഥാപിച്ചു. അദ്ദേഹം അവിടെ ആൾക്കാരെ ട്രെയിൻ ചെയ്തു. അവിടെ പിന്നെ ലീഡേഴ്സിനെയൊക്കെ ആക്കി വെച്ച് അപ്പോസ്തലൻ അടുത്ത സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആ സഭ മുമ്പോട്ട് പോവുകയാണ്. ദൈവം ആ സഭയെ അനുഗ്രഹിച്ചു. ആളുകൾ കടന്നു വരുന്നുണ്ട്, നല്ല വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, ധനവാന്മാരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഒപ്പം ഈ ധനവാന്മാരുടെ ഒപ്പം അവരുടെ വീടുകളിലുള്ള അടിമകളായിട്ടുള്ളവരും ഈ സഭയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നു. ആദ്യമൊക്കെ വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്ന ആ സഭയെക്കുറിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കുറച്ച് കാര്യങ്ങൾ കേൾക്കാനിടയായി. ആ സിറ്റിയുടെ ഒരു കൾച്ചർ ഈ സഭയെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അകത്തോട്ട് അത് കയറാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പൗലോസ് അപ്പോസ്തലന് ന്യൂസ് കിട്ടുകയാണ്. ക്ലോവയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടാകും. ആ ബിസിനസ് ലേഡിയുടെ ആൾക്കാർ പൗലോസിനെ ഇൻഫോം ചെയ്യുകയാണ്, ചർച്ചിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ചേർച്ചിൽ ആൾക്കാരൊക്കെ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒത്തിരി വരങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പ്രവചന വരമുണ്ട്, അന്യഭാഷ വരമുണ്ട്, രോഗസൗഖ്യത്തിൻ്റെ വരമുണ്ട്, വിശ്വാസത്തിൻ്റെ വരമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേ അധികം പ്രശ്നങ്ങൾ ആ ചേർച്ചിലുണ്ടെന്നറിയാണ്. ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആ ചേർച്ചിലുണ്ടായിരുന്ന മെയിൻ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് വർ ദ പ്രോബ്ലംസ് ഇൻ ദ കൊരിന്ത്യൻ ചേർച്ച്? മേജർ പ്രോബ്ലംസ് മാത്രം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഡിവിഷൻസ് ആൻഡ് പാർട്ടി സ്പിരിറ്റ്സ് ആണ്. ഓർഡർ മാറിപ്പോയിട്ടുണ്ട്, സോറി. ഡിവിഷൻസ് ആൻഡ് പാർട്ടി സ്പിരിറ്റ്സ്, അതായത് കർത്താവിൻ്റെ സഭയായിരുന്നു അത്. പക്ഷെ ആ ചേർച്ചിൽ സംഭവിച്ച എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സഭയിലിരുന്ന ആൾക്കാർ തന്നെ 4 ഗ്രൂപ്പായിപ്പോയി. ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾ പൗലോസിൻ്റെ ആൾക്കാരാണ്. സെക്കൻഡ് ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾ പത്രോസിൻ്റെ ആൾക്കാരാണ്. വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു ഞങ്ങൾ ഏറ്റവും നല്ല പ്രസംഗിക്കുന്ന അപ്പൊല്ലോസിൻ്റെ ആൾക്കാരാണ്. മറ്റൊരു ഗ്രൂപ്പ് കുറച്ചും കൂടെ സൂപ്പർ സ്പിരിച്വലായിട്ട് ആക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണെന്ന്. ഒരേ ചർച്ചിൽ ഒരേ കർത്തൃമേശ അനുഭവിക്കുന്നവരിങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡായി. അതിൻ്റെ ആ റീസൺസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അവരങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന് ഭയങ്കര വിഷമായി. അപ്പോസ്തലൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ സ്വീകരിച്ച് വന്നവരാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിവിഷൻസ് ഉണ്ടായത്? ക്രിസ്തുവിനെ എന്താ വീതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഇവരോട്. അതൊരു പെയിൻഫുൾ ഒരു ചരിത്രമാണ് അല്ലേ? ക്രിസ്തീയ സഭ തുടങ്ങുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരായിരുന്നു. നമുക്കിന്ന് കാണാൻ സാധിക്കില്ല എന്തോരം ഡിവിഷൻസാണ് ഉള്ളത്. അത് അവിടെ കൊരിന്ത്യയിൽ വളരെ എവിഡൻ്റ് ആയിരുന്നു. അത് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ എന്നിട്ടും ഇവർ ആരാധിക്കുന്നുണ്ട്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വർഷിപ്പും ഉണ്ട്. ഓക്കെ, മറ്റൊരു പ്രശ്നം ഇവരുടെ ലോ സൂട്ട്സ് എമംഗ് ബിലീവേഴ്സ്. ഈ സഭയ്ക്കകത്ത് തന്നെ ഉള്ള ആൾക്കാർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും അത് അവിടെ തീരുന്നൊന്നുമില്ല. അതുമായിട്ട് കോടതിയിൽ പോകുന്നു. കൊരിന്തിലെ കോടതിയിൽ, അതായത് ജനറൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ കേസുമായിട്ട് വന്നേക്കുന്നത് കൊരിന്ത്യൻ ചർച്ചിൽ നിന്നുള്ള ബിലീവേഴ്സാണ്. വാദിയും വിശ്വാസി, പ്രതിയും വിശ്വാസി. ഇത് ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു സംഭവമായി. അപ്പോൾ പൗലോസ് എഴുതി, എത്ര ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് എത്ര മോശമാക്കുന്ന കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അവിശ്വാസികളുടെ മുമ്പിൽ യാതൊരു സാക്ഷ്യമില്ലാത്ത രീതിയിൽ ദൈവസഭയിലുള്ള 2 പേര് തന്നെ കേസുമായിട്ട് കോടതിയിൽ കയറുന്ന ഒരവസ്ഥ അല്ലേ? വേറൊന്നായിരുന്നു സെക്ഷൽ ഇമ്മൊറാലിറ്റി. അവരുടെ പൂർവ്വജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ എല്ലാവരും തന്നെ മാനസാന്തരപ്പെട്ട് വന്നതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ആ ഒരു ബാഗേജ് ഇവർ ചേർച്ചിൻ്റെ അകത്തോട്ടും കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് തന്നെ ഇമ്മോറലായിട്ടുള്ള ജീവിത രീതി പിന്തുടരുന്നവർ കയറിക്കൂടുകയും മാത്രമല്ല ചേർച്ച് അത് അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ വന്നു. ഓക്കെ, നാലാമത്തെ ഒരെണ്ണമാണ് അബ്യൂസ് ഓഫ് ഫ്രീഡം. അബ്യൂസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവർ കൊരിന്ത്യൻ ചർച്ചിലുള്ളവർ അതവരുടെ ഒരു റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു ദൈവശാസ്ത്ര ചിന്തയായിരുന്നു. അവർ പറഞ്ഞു, ക്രിസ്തുവിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട്, കിട്ടിക്കഴിഞ്ഞു, ഞങ്ങളുടെ ആത്മാവ് രക്ഷപ്പെട്ടു, അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ ശരീരം നശിച്ചു പോകാനുള്ള, ഈ ശരീരം കൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അത് ഞങ്ങളുടെ രക്ഷയെ ബാധിക്കത്തില്ല എന്നുള്ള ഒരു റോങ് തിയോളജി കാരണം
രക്ഷിക്കപ്പെട്ടതാണെന്നുള്ളൊരു ചിന്തയുള്ളപ്പോൾ തന്നെ എല്ലാ മോശം പ്രവർത്തികളിലും ഇവരിടപെടാൻ തുടങ്ങി. അബ്യൂസ് ഓഫ് ക്രിസ്ത്യൻ ഫ്രീഡത്തെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. വേറൊരെണ്ണമായിരുന്നു ഡിസോർഡർ ഇൻ വേർഷിപ്പ്. ഡിസോർഡർ ഇൻ വേർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരിൽ തന്നെ ഒത്തിരി പേര് ഗിഫ്റ്റ്സ് ഉള്ളവരാണ്, ഓക്കെ, ഒത്തിരി കഴിവുകളുള്ളവരാണ്, ദൈവം കൃപാവരങ്ങൾ കൊടുത്തവരാണ്. അപ്പോൾ പിന്നെ അടുത്ത അവരുടെ ഒരു ചിന്ത വന്നതെന്ന് വെച്ചാൽ, എൻ്റെ കൃപാവരം എല്ലാവരും കാണണം, എനിക്ക് ദൈവം തന്നേക്കുന്ന ഗിഫ്റ്റ് എല്ലാവരും കാണണം. സോ ഒരു ഡിസ്പ്ലേ ഓഫ് ഗിഫ്റ്റ്സ് ആകാൻ തുടങ്ങി ആരാധന എന്ന് പറയുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ ആൾക്ക് ചാൻസ് കൊടുക്കത്തില്ല, എൻ്റെ കഴിവുകൾ എല്ലാവരും കാണണം എന്നുള്ളൊരു ചിന്ത കയറി വരിക. കോമ്പറ്റീഷനായി. ഞാനാണോ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്ന, കൂടുതൽ സമയം അന്യഭാഷയിൽ സംസാരിക്കുന്ന, കൂടുതൽ നന്നായിട്ട് പ്രവചിക്കുന്ന, ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി. അത് മാത്രമല്ല, വളരെ ഡിസോർഡറിലായിട്ട്, ഒരു ഓർഡർ ഇല്ല, തോന്നിയതുപോലെ ആളുകൾ കയറി വർഷിപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനത്തെ രീതിയിലോട്ട് വന്നു. വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, പ്രൈഡ് ഇൻ സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കാണ് കൂടുതൽ ദൈവത്തിൻ്റെ കൃപയുള്ളത്, കൂടുതൽ വരവുള്ളത്, നിങ്ങൾ സ്പിരിച്വലി എന്നെക്കാളും താണാണെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാനാണ് കർത്താവിന് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പോസ്തലൻ. അതുമാത്രമല്ല, മറ്റൊരു പ്രശ്നവും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാത്ത ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഉടമകളും ഉണ്ടായിരുന്നു, അടിമകളായിട്ടുള്ളവരും. വെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം തന്നെ അവരുടെ വീടുകളിൽ നിന്ന് വരുന്ന അടിമകളുണ്ട്. അവിടെ നടന്ന ഒരു പ്രധാന പ്രശ്നമാണ്, ഇവർ ചേർച്ചായിട്ട് കൂടി വരുമ്പം അവർക്ക് കോമൺ മീൽ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച ശേഷമാണ് ഇവർ ലോർഡ്സ് ടേബിൾ ആചരിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധനികരായിട്ടുള്ളവർ ഒരുമിച്ചിരുന്ന് നല്ല ഭക്ഷണം വിട്ടുപിഴുങ്ങി കഴിച്ചിട്ട്, അതേസമയം അടിമകളായിട്ടുള്ളവർ ആ ചേർച്ച് നടക്കുന്ന സ്ഥലത്ത് തന്നെ വിശന്നിരുന്നു. അവസാനം അവർക്ക് കർത്തൃമേശയുടെ ഒരു പങ്കും കൊടുക്കുക. അപ്പോസ്തലൻ ഇതിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് ഇവർ. നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ആണെങ്കിൽ വീടില്ലേ? ചേർച്ചിൻ്റെ അകത്ത് വന്ന് സഭയിൽ വന്നിട്ട് ദരിദ്രരായിട്ടുള്ളവരെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ വന്നിട്ട് സകലതും ക്രമപ്പെടുത്താമെന്നൊക്കെ എഴുതുന്ന പോർഷനുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ആരാധനയ്ക്ക് കുറവില്ല, വർഷിപ്പ് ചെയ്യുന്നതിൽ കുറവില്ല. ഇവർ ചിന്തിക്കുന്ന അവരുടെ കൃപാവരങ്ങളൊക്കെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി യൂസ് ചെയ്യുക എന്നുള്ള ഒരു ചിന്തയിലും ഒരു തെറ്റായിട്ടുള്ളൊരു മനോഭാവത്തിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അവർക്കതിൽ ഇച്ചിരി അഹങ്കാരവുമുണ്ട്, ഞങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആണെന്നുള്ളൊരു ചിന്ത. അപ്പോസ്തലന് മനസ്സിലായി ഇവരെ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ശരിയായിരുന്നു, ഇവർക്ക് കൃപാവരമുണ്ട്, എല്ലാം ശരിയാ. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ചാപ്റ്റേഴ്സ് ആയിട്ടൊന്നും ഡിവൈഡഡ് അല്ലായിരുന്നു. പക്ഷെ ആ എഴുതി വരുമ്പം ആദ്യം പലതരം ഗിഫ്റ്റുകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്, നമ്മൾ ആരുടെയും ഗിഫ്റ്റിനെ കുറഞ്ഞതായിട്ട് കാണരുത്. ദൈവസഭയിൽ ഇന്നയാളാണ് വലിയ ആള്, ഇന്നയാൾ പ്രയോജനം ഇല്ലാത്ത, അങ്ങനെയൊന്നും ചിന്തിക്കരുതെന്നൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും 14-ാം അധ്യായത്തിൽ എങ്ങനെ പ്രോപ്പറായിട്ട് ഗിഫ്റ്റ്സ് യൂസ് ചെയ്യണം, ചർച്ച എങ്ങനെ ഓർഡർലി കൊണ്ടുപോകണം, ഒരു ക്രമം ഇല്ലാതല്ല ചർച്ച പോകേണ്ടത്, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇടഭാഗത്തായിട്ട് ഒരു സാൻഡ്വിച്ച് വെച്ചേക്കുന്ന പോലെ, ഓക്കെ, ഗിഫ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നു, പ്രോപ്പർ യൂസ് ഓഫ് ഗിഫ്റ്റ്സ് സംസാരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഇതിനെല്ലാം കൂടെ യോജിപ്പിക്കുന്ന, ഇതിനെല്ലാം വാല്യൂ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചേർച്ചിൽ എന്തൊക്കെ നടന്നാലും എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ കുറഞ്ഞു പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സത്യം ഇവരെ പറഞ്ഞു കൊടുക്കാനാണ് ഈ 1 കൊരിന്ത്യർ 13 നമ്മൾ നേരത്തെ വായിച്ച ആ ഭാഗം പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. അദ്ദേഹം ഇതാ പറഞ്ഞു കൊടുക്കുന്നത്, കൃപാവരങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, അതിനെ നമുക്ക് സ്പിരിച്വൽ മച്യൂരിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വെച്ചിട്ടല്ല നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാൾക്ക് കുറേ ദൈവവചനം പറയാൻ അറിയാവുന്നത് കൊണ്ട് അയാൾ ഒത്തിരി ഉന്നതമായിട്ടുള്ളൊരു അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എലക്വൻസ് ഈസ് നോട്ട് ഈക്വൽ ടു ഗോഡ്ലിനെസ്. സ്പിരിച്വാലിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്പിരിച്വാലിറ്റി മെഷർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹം ആദ്യം പറയുന്ന കാര്യമുണ്ട്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും
ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടേ, അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്ത് ആ ശൈലി, റെട്ടോറിക് എന്ന് പറയും, ആ പ്രാസം ഒപ്പിച്ചുള്ള എഴുത്തുകൾ, അത് മീൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വാക്ചാതുര്യം കൊണ്ട് ഞാൻ ഈ ഭൂമിയിലെ മനുഷ്യരെ ഇളക്കിയാലും സ്വർഗത്തിലെ മനുഷ്യരെ ഇളക്കിയാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് സമയം കൊണ്ട് 1 കൊരിന്ത്യർ 13:4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം, അത് നമ്മളെല്ലാവരും പറയാറുണ്ട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ അത് ലവ് ഇൻ ആക്ഷൻ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പ്രകടിപ്പിക്കണം, പ്രാവർത്തികമാക്കണം എന്ന് പറയുന്നത്, അത് ചിന്തിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം, അത് ഒന്ന് ചിന്തിക്കാം. 1 യോഹന്നാൻ 3:1 ഇങ്ങനെ പറയുകയാണ്, നമ്മൾ ഒത്തിരി സ്നേഹം കിട്ടിയ, അനുഭവിച്ച, തിരിച്ചറിഞ്ഞവരാണ്. ഇങ്ങനെയാ പറയുന്നത്, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ കാൺമിൻ എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് പറയേണ്ടതാ. ബിഹോൾഡ്, അത്ഭുതത്തോട് പറഞ്ഞ കാൺമിൻ, എത്ര വലിയ സ്നേഹം. അതായത് നമ്മൾ ഡിസേർവ് ചെയ്തൊരു കാര്യമല്ല, നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് കിട്ടിയ ഒരു കാര്യമല്ല, നമ്മൾ നേടിയെടുത്തതുമല്ല, നമുക്ക് കഴിവുകൾ ഉണ്ടായതുകൊണ്ട് കിട്ടിയതുമല്ല. പക്ഷേ ഇതൊന്നുമില്ലാതിരുന്നപ്പോഴും കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. നമ്മൾ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് 1 യോഹന്നാൻ 3:23 ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ കൽപ്പനയെക്കുറിച്ച് അവിടെ പറയുന്നത്. അവൻ്റെ കൽപ്പനയോ, നമുക്കത് ഒരുമിച്ച് വായിക്കാം. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളുടെ സ്ട്രെസ് കൊടുത്ത് ക്രിസ്തീയ വിശ്വാസങ്ങളിൽ സംസാരിക്കുമ്പോഴും ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മിസ് ചെയ്ത് പോകുന്നത് എത്ര കഷ്ടമാണ്. എല്ലാം ചെയ്തിട്ടും അവസാനം ചെയ്തത് വെറുതെ ആയെന്നറിയുന്നത്. ഞാൻ അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്കുള്ളതെല്ലാം ഞാൻ അന്നദാനം ചെയ്താലും. നമ്മളൊന്ന് ആലോചിക്കാം, നമുക്ക് സ്വത്തുണ്ട്, അതെല്ലാം ആൾക്കാർക്ക് ചാരിറ്റി ആയിട്ട് കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാ സ്നേഹം ഇല്ലാതെ കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുന്നോണ്ടല്ലേ അങ്ങനെ പറയുന്നത്. ആളുകൾക്ക് അവർക്ക് റെക്കഗ്നിഷൻ കിട്ടാൻ, കയ്യടി കിട്ടാനൊക്കെ കൊടുക്കാൻ പറ്റും, വേറെ ഉദ്ദേശങ്ങളോടെയും കൊടുക്കാൻ പറ്റും. പറയാണ്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും. അത് വളരെ സ്ട്രോങ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് വിശ്വാസത്തിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാമെന്ന് തീരുമാനിച്ചാലും സ്നേഹമില്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എത്ര പ്രധാനപ്പെട്ടതാണ് ഈ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഇത്രയും വാല്യൂ ഉള്ള മറ്റൊരു കാര്യമില്ല. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം എന്നാണ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യൻ ചർച്ചിനോട് പറയുന്നത്. കൊരിന്ത്യൻ ചർച്ചിനോട് മാത്രമല്ല, എല്ലാ കാലത്തുമുള്ള. ഞാൻ പറയുകയാണെങ്കിൽ കൊരിന്ത്യൻ ചർച്ചിലോട്ട് നോക്കിയാൽ ഇന്ന് നമ്മൾ ചർച്ചുകളിലോട്ടൊക്കെ നോക്കുമ്പം ഈ പ്രശ്നങ്ങളൊക്കെ കാണുന്നില്ലേ, ഡിവിഷൻസ് കാണുന്നില്ലേ, എന്തോരം ഡിവിഷൻസ്, വഴക്കുകൾ, കേസുകൾ, ഈ സെക്ഷൽ ഇമ്മൊറാലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അല്ലേ, എന്തൊക്കെ, ഞങ്ങളാണ് വലുത്, നിങ്ങൾ താഴെ, സ്പിരിച്വൽ പ്രൈഡ്, ഇതൊക്കെ കയറിയിരിക്കുന്ന ഇന്നത്തെ കാലത്തെ ആധുനിക സഭകളോടും അപ്പോസ്തലൻ ഇതാ പറയാനുള്ളത്, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ എന്ന് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്നേഹത്തിന് ഉപയോഗിച്ചേക്കുന്ന പദം നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. നമ്മൾ മലയാളത്തിൽ നമ്മൾ സ്നേഹം എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, അറിയാത്തവർ കേൾക്കുക. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് പല പദങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഒരു പദമാണ് ഫിലയോ. ഫിലയോ എന്ന് പറഞ്ഞാൽ 2 ഫ്രണ്ട്സ് തമ്മിലുള്ള സ്നേഹം. എനിക്കൊരു കൂട്ടുകാരിയോട്, എൻ്റെ ഒരു പരിചയക്കാരോട് തോന്നുന്ന ഒരു സ്നേഹം. വേറൊരു ടൈപ്പ് സ്നേഹമാണ് സ്റ്റോൾജ് എന്ന് പറയുന്ന സ്നേഹം. സ്റ്റോൾജ് സ്നേഹം എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് ഇപ്പം അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളോട് തോന്നുന്ന, അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്ക് തമ്മിൽ തോന്നുന്ന ഒരു സ്നേഹമാണ് സ്റ്റോൾജ്.
ഈറോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയോടോ ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുന്നത് ലൈംഗിക ഇതുള്ള സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും ഈ സ്നേഹം വരാറുണ്ട്, ഈറോസ് വരാറുണ്ട്. പക്ഷെ ഇവിടെ സംസാരിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് അഗപ്പെ എന്ന് പറയുന്ന സ്നേഹമാണ്. അഗപ്പെ എന്ന് പറഞ്ഞാൽ ഡിവൈൻ സെൽഫ് ഗിവിങ് ലവ്. അതായത് നേരത്തെ പറഞ്ഞു, കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നമ്മൾ മാതൃകയാക്കേണ്ട സ്നേഹം ഈ സ്നേഹമാണ്, അഗപ്പെ സ്നേഹം. ദൈവം നമ്മളോട് കാണിച്ച ടൈപ്പ് ഓഫ് സ്നേഹം. ഈ സ്നേഹം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ദൈവിക സ്വഭാവമുണ്ട്. അത് സാഹചര്യങ്ങളെ നോക്കുക അല്ല, പക്ഷെ അതൊരു ഡിസിഷനാണ്. ഞാൻ സ്നേഹിക്കുമെന്നുള്ളത് അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടുള്ളൊരു സ്നേഹമാണ്. അത് എനിക്ക് സ്നേഹം തോന്നുന്നത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പക്ഷെ അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഞാൻ സ്നേഹിക്കുമെന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 കൊരിന്ത്യർ 13:4-7 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. പറഞ്ഞേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമ്മളിന്ന് ഈ ഒരു പോർഷനിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം, ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നമ്മൾ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്, നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ സ്നേഹവും അപ്പോസ്തലൻ ഈ പറയുന്ന ഈ സ്നേഹവും ലവ് ഇൻ ആക്ഷനും കൂടെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേത്, ലവ് ഈസ് പേഷ്യൻ്റ്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. നമുക്ക് ക്ഷമയെക്കുറിച്ച് അറിയാം അല്ലേ? നല്ല ക്ഷമയോടെ നിൽക്കണം എന്നറിയാം, സിറ്റുവേഷൻസിൽ ക്ഷമ കാണിക്കണം എന്നറിയാം. ഇവിടെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻഡ്യൂറിങ് എ സിറ്റുവേഷൻ, ഇത് ആളുകളോട് ക്ഷമയോടെ പെരുമാറുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളെ ദൈവമക്കൾ എന്ന് വിളിച്ചു, നമ്മളെ ദൈവമകനായി മകളാക്കി. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അപ്പോൾ തൊട്ട് നമ്മൾ 100% പെർഫെക്റ്റ് ആയിരുന്നോ? ദൈവം ആഗ്രഹിച്ച പോലെ അതേ ആ റേറ്റിൽ നമ്മൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു? എത്രയോ തവണ നമുക്ക് തെറ്റുകൾ പറ്റുന്നു, പക്ഷെ ഇപ്പോഴും ദൈവത്തിന് ആ സ്നേഹത്തിന് കുറവ് വന്നിട്ടില്ല. ദൈവം ദീർഘമായി നമ്മളോട് ക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ആ ദൈവ സ്നേഹം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവരൊരു സർട്ടൻ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു ലെവലിൽ റീച്ച് ചെയ്തില്ലെങ്കിൽ അപ്പം നമ്മുടെ സ്നേഹം ഇടിഞ്ഞു പോവുക. പക്ഷേ ഇവിടെ നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് ബി പേഷ്യൻ്റ് വിത്ത് അതേഴ്സ്. അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക. എല്ലാവരും ഒരുപോലെയല്ല, അതാ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സ്നേഹം എന്ത് ചെയ്യണം? ദീർഘമായി ഒന്ന് ക്ഷമിക്കണം. ആളുകൾ വ്യത്യസ്തരാണ്, അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്സ് വ്യത്യസ്തരാണ്, അവരുടെ സ്വഭാവങ്ങൾ, ടെമ്പറമെൻറ്റ്സ്, ഇതിനെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ആളുകളുടെ അടുക്കൽ ഒരു പേഷ്യൻസ് കാണിക്കുകയാണ്. ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഇത് വളരെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പങ്കാളിയിൽ നമ്മൾ ചില വീക്ക്നെസ്സുകൾ കാണും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ കല്യാണം കഴിച്ച ആ ദിവസം തൊട്ട് ഫുള്ളായിട്ട് മാറണമെന്ന്. എന്തോരം പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ പേഷ്യൻ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചു, അതിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യമായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാനിങ്ങനെ പറയാം, കർത്താവായ യേശു 3-3.5 വർഷക്കാലം പത്രോസിനെ കൂടെ നടന്ന് ശിഷ്യനായി അപ്പോസ്തലനായി ട്രെയിൻ ചെയ്തതാ അല്ലേ? അപ്പോൾ കർത്താവ് എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3.5 വർഷം കർത്താവിൻ്റെ ഈ ലോക ജീവിതം കഴിഞ്ഞു പോകുമ്പം ഈ ഗോസ്പലുമായിട്ട് ഏറ്റവും മുന്നിട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് പത്രോസ്. പക്ഷേ ആ ഒരു ക്രൂഷ്യൽ മൂമെൻ്റ് വന്നപ്പോഴത്തേക്ക് യേശുവിനെ അറിയത്തുപോലും ഇല്ല, തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു അല്ലേ? ഒരിടത്ത് പറയുന്നത് അവനെ അറിയില്ലെന്ന് പ്രാകുവാനും ആണയിടാനും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു എനിക്ക് അറിയത്തുപോലും ഇല്ല, യേശുവിനെ ചീത്ത വരെ പറയുക. നോക്കുക, നമ്മളുടെ ഏറ്റവും ആ ഒരു യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആ ലോവസ്റ്റ് മൊമെൻറ്റിൽ യേശുവിനെ തള്ളിപ്പറയുന്നത് അല്ലേ?
പക്ഷെ നമ്മൾ എന്താ കാണുന്നത്? ഇനി അപ്പോസ്തലനാകാനൊന്നും കൊള്ളത്തില്ല, കട്ട് ചെയ്യുക പേരെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അതല്ല ചെയ്യാൻ തോന്നുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏറ്റവും മുമ്പിൽ പേരിട്ട് വിളിച്ച് ട്രെയിൻ ചെയ്ത വ്യക്തിയാ. അപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക്, പക്ഷേ യേശുവിൻ്റെ ആക്ഷൻസ് നമ്മളെ ചലഞ്ച് ചെയ്യാണ് ദീർഘമായിട്ട് ക്ഷമിക്കാൻ. പത്രോസിന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അല്ലേ? മഗ്ദലക്കാരി മറിയോട് പറയുന്നത്, എൻ്റെ ശിഷ്യന്മാരോട് പോയി അറിയിക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നെന്ന്. പിന്നീട് ഒരു അവസരത്തിൽ നമ്മൾ കാണുന്നത്, മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടാതെ തളർന്ന് വരുന്ന പത്രോസിനെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ചുട്ട മീനും അപ്പവും ഒക്കെ ആയിട്ട് കാത്തിരിക്കുന്ന ഒരു യേശുവിനെ കാണുന്നുണ്ട്. ഒരു ചോദ്യവും ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ എന്നെ ഇവയിലധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നല്ലേ? അതിനെയാണ് ലവ് ഈസ് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ആളുകളുടെ അടുക്കൽ ദീർഘമായിട്ട് ക്ഷമ കാണിക്കുക. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, പൗലോസ് അപ്പോസ്തലനൊരു സ്റ്റാൻഡേർഡ് വെക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ വിവേകമില്ലാതെ എല്ലാ മണ്ടത്തരത്തിലും ചെന്ന് വീഴുക എന്നല്ല. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഇത് നമ്മളെ ചതിക്കാനോ അബ്യൂസ് ചെയ്യാനോ ഉള്ള ഒന്നും ലൈസൻസുകളല്ല. പക്ഷേ ക്രിസ്തീയ സ്നേഹം എന്താണ്, അത് ആക്ഷനിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഈ ദീർഘമായിട്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് ഏത് ലെവൽ വരെയാന്ന് വെച്ചാൽ, ആ ദീർഘത്തിൻ്റെ ദീർഘമില്ലേ, അത് എനിക്കറിയില്ല എവിടെയാണ് നിർത്തേണ്ടത്. അത് നമ്മൾ തീരുമാനിക്കാം. നമ്മുടെ സാഹചര്യങ്ങളിൽ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കാം അല്ലേ? പക്ഷെ ഇത്രയോ പറയുന്നത് അപ്പോസ്തലൻ, സ്നേഹം ദീർഘമായിട്ട് ക്ഷമിക്കുന്നു. മനുഷ്യരോട് ആ ഒരു കമ്പാഷൻ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്ര വചനം എന്തൊക്കെ വ്യാഖ്യാനിച്ച് പറഞ്ഞിട്ടും കാണാതെ പറഞ്ഞിട്ടും വല്ലതും കാര്യമുണ്ടോ? എത്ര പ്രസംഗിച്ചിട്ടും കാര്യമുണ്ടോ? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, പുറമേ ഉള്ളവർ ചിലപ്പോൾ പറയാറുണ്ട്, ഇത്രയും പ്രാർത്ഥനയ്ക്ക് പോയിട്ടും ഇത്രയും വചനം പഠിച്ചിട്ട് ഇവരെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നത്. അവർക്ക് യേശു കർത്താവിനെ കുറിച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ലെവലിലോട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ വരുന്നില്ലാത്തപ്പോൾ അവർ ചോദിക്കുന്ന കാര്യമാണത്. രണ്ടാമത്തെ കാര്യം, സ്നേഹം ദയ കാണിക്കുന്നു. ലവ് ഈസ് കൈൻഡ്. സ്നേഹം ദയ കാണിക്കുന്നു. പറഞ്ഞേ, സ്നേഹം ദയ കാണിക്കുന്നു. ലവ് ഈസ് കൈൻഡ്. നേരത്തെ പറഞ്ഞു ദീർഘമായി ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ഹൃദയത്തിൻ്റെ തീരുമാനമാണ്. ലവ് ഈസ് കൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക്, ദയ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു തീരുമാനത്തിൽ നിന്ന് വരുന്ന പുറത്തോട്ടുള്ള ആക്ഷൻസാണ്. അതായത് അവർക്ക് യോഗ്യതയില്ലാത്തപ്പോഴും നമ്മൾ കരുണ കാണിക്കുന്നു, അവരുടെ മുറിവുകളെ ഹീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, തളർന്നിരിക്കുമ്പം എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നു, ദയ കാണിക്കുന്നു. എല്ലാം കുലുങ്ങിയിരിക്കുക എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക്, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പിടിച്ചിട്ട് ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറയാം. അതാ ദയ കാണിക്കുക എന്ന് പറയുന്നത്. വലിയ നിയമങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു ദയ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുക, കർത്താവ് പറഞ്ഞൊരു ഉപമ, ഗുഡ് സമാരിറ്റൻ്റെ ഉപമയിൽ ഒരു മനുഷ്യൻ അവിടെ മുറിവേറ്റ് കിടക്കുമ്പോഴത്തേക്ക് പുരോഹിതനും ലേവ്യനും പോവാ. ഒരുപക്ഷെ അവര് ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്കായിട്ടായിരിക്കും പെട്ടെന്ന് ഓടിപ്പോകുന്നത്. ഇത് നോക്കാൻ സമയമില്ല. പക്ഷെ ദയ കാണിക്കണം എന്നുള്ളത്, ഒരു കമ്പാഷൻ കാണിക്കണം എന്നുള്ളത് സ്നേഹത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും വിശ്വാസത്തിനും പ്രവൃത്തിക്കും വാക്കുകൾക്കും വാല്യൂ തരുന്ന കാര്യങ്ങളാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദയ കാണിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ വാക്കുകൾക്കൊരു ജെന്റിൽനെസ് വരും. ഓക്കെ, മൂന്നാമത്തെ കാര്യം, സ്നേഹം നിങ്ങൾക്ക് ബൈബിളിൽ ഇപ്പം നോക്കാൻ സാധിക്കും, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ലവ് ഡസ് നോട്ട് envy. ലവ് ഡസ് നോട്ട് envy. സ്പർദ്ധിക്കുന്നില്ല. ഈ കൊച്ചിലേ തൊട്ട് നമ്മൾ വളർന്നു വരുന്ന എൻവയോൺമെൻ്റ് ഉണ്ട്, കോമ്പറ്റീഷൻ്റെ എൻവയോൺമെൻറ്റിലാണ് വളർന്നു വരുന്നത് അല്ലേ? ഞാനാണോ വലുത്, നീയാണോ വലുത്, ഒരാൾ കയറിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങൾ അല്ലേ? ഇത് എവിടെയാണ് തുടങ്ങുന്നത്? നമ്മൾ കാണുന്ന സ്വന്തം വീടുകളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ തന്നെ ഈ ജലസി ആദ്യം നമ്മൾ കാണുന്നത് കയീൻ്റെ ഹാബേലിൻ്റെ കേസിലാണ്. സ്വന്തം സഹോദരനാണ് ആ അസൂയ തോന്നുന്നത്. ദൈവം ഇവനിൽ കൂടുതൽ പ്രസാദിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു ജലസി. എന്ത് കാര്യം അല്ലേ? സിബ്ലിംഗ് ജലസി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെ ഉണ്ടാകാറുണ്ട് അല്ലേ? അപ്പം ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കൂളിലോട്ട് ചെല്ലുന്നു, ഒരാൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് കുശുമ്പ് തോന്നുക, കൂടെ പഠിച്ചു വന്ന ആൾക്ക്
നമ്മളെക്കാളും നല്ലൊരു എന്താ പറയുന്നത് ജോലി കിട്ടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് കുശുമ്പെന്ന് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, പക്ഷെ ആക്ച്വലി അത് കുശുമ്പാണ്. ഒരു വേദന തോന്നുന്ന ഒരു കാര്യമില്ലേ, എന്തോ അത് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു അകത്തൂടെ പോണ ഒരു സാധനം. ഇനി ഒരു നല്ല വിവാഹം, നമ്മുടെ വിവാഹം നടന്നിട്ടില്ല, വേറൊരു വിവാഹം നടക്കുന്നതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം, അല്ലെങ്കിൽ നടന്നു പക്ഷെ മറ്റേ നമുക്ക് കിട്ടിയതിനേക്കാളും നല്ലതാണല്ലോ അവിടെ കിട്ടിയെന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടം, ഒരു നല്ല വീട്, അത് ഇപ്പോൾ സഹോദരനാണെങ്കിലും കസിനാണെങ്കിലും ഒക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഫ്രണ്ടാന്ന് പറയുന്നവർക്ക് പോലും ഒരു നല്ല കാറ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം. സ്നേഹമുണ്ടെങ്കിൽ ഈ എൻവി വരത്തില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈവൻ പേരൻസിന് ഇത് തോന്നാറുണ്ട് കേട്ടോ. പേരൻസിന് അങ്ങനെ തോന്നുന്നത്, അയലോക്കത്തെ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം. നമ്മുടെ കൊച്ചിന് മാർക്ക് കിട്ടിയതിനേക്കാളും മാർക്ക് കുറഞ്ഞു പോയതിലും വിഷമം അയലോക്കത്തെ കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടിയ. ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്നല്ല കേട്ടോ, പക്ഷേ നമ്മൾ വിശ്വാസികളാണെന്ന് പറയുമ്പോഴും ക്രിസ്തു ശിഷ്യരാന്ന് പറയുമ്പോഴും ഇതുപോലത്തെ എൻവി ഉണ്ടാകാം. പക്ഷെ ലവ് ഡസ് നോട്ട് എൻവി. അസൂയക്ക് സ്നേഹത്തിൽ സ്ഥാനമില്ല. ആക്ച്വലി സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് മറ്റൊരാളുടെ സക്സസ് കാണുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എനിക്ക് തരാതെ എന്തിനാ അവന് കൊടുത്തെന്നുള്ള ചിന്തയേക്കാളുപരി താങ്ക് യു ലോഡ്, കൊടുത്ത സക്സസ്സിനായിട്ട് സ്തോത്രം ചെയ്യാൻ. ഇതൊരു മെച്യൂരിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. നമുക്ക് അനുഗ്രഹം കിട്ടണേ, അത് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ എൻ്റെ ദൈവമേ എൻ്റെ ഉള്ളിലുള്ള അസൂയ മാറ്റിത്തരണേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്? പ്രാർത്ഥിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് അവരുടെ സന്തോഷത്തിൽ പങ്കിടാൻ പറ്റുള്ളൂ. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സന്തോഷിക്കുന്നവരോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ പറ്റണം. ആത്മാർത്ഥമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ഒരു അസൂയ ഇല്ലാതെ സന്തോഷിക്കാൻ പറ്റണം, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണം. ദുഃഖിക്കുന്നവരോടുകൂടെ ദുഃഖിക്കാനും പറ്റണം, അല്ലേ? അടുത്ത ഒരു പോയിന്റാണ്, സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. ലവ് ഡസ് നോട്ട് ബോസ്റ്റ്. ലവ് ഡസ് നോട്ട് ബോസ്റ്റ്. ബോസ്റ്റ് ചെയ്യാം, നിഗളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് ചിലരിങ്ങനെ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അതിങ്ങനെ അഡ്വർടൈസ് ചെയ്ത് നടക്കുന്നത്, അല്ലേ? ഞാനിതാണ്, ഞാൻ എന്തൊക്കെ നേടി, ഇതിങ്ങനെ ഓക്കെ. നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് പറയുന്നതിലേ അല്ല പ്രശ്നം, ഈ ആറ്റിറ്റ്യൂഡിലാണ് പ്രശ്നം. മറ്റുള്ളവരെക്കാൾ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുക. ലവ് ഡസ് നോട്ട് അഡ്വർടൈസ് ഇറ്റ് സെൽഫ്. അതുപോലെ നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സിനെ അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, സ്നേഹത്തിൽ നിഗളവില്ല കേട്ടോ. അടുത്ത ഒരു കാര്യമാണ്, സ്നേഹം ചീർക്കുന്നില്ല. ചീർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലവ് ഈസ് നോട്ട് പ്രൗഡ്. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സ്നേഹം ചീർക്കുന്നില്ല. ചീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഇങ്ങനെ ബലൂണിൽ കാറ്റ് കയറിയ പോലെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരിക. ഈ നിഗളം കുറച്ചങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ചീർത്ത അവസ്ഥ വരും. അതായത് പിന്നെ എല്ലാവരെക്കാളും ഞാൻ എന്തോ സംഭവമാണെന്നുള്ളൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വരിക, ഞാനാണ് വലിയവനെന്ന് തോന്നുന്നു. ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാരുടെ ഇടയിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി. അവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടായി, നമ്മളിൽ ആരാ വലിയവെന്ന്. യേശു കർത്താവ് അതിൻ്റെ മരുന്ന് കാണിച്ചു കൊടുത്തു. എന്താ ചെയ്തത്? അവരുടെ ഗുരുവായ യേശു കർത്താവ് അവരുടെ കാല് കഴുകി. ഒരു ദാസനായിട്ടുള്ള ആൾക്ക്, ഒരു അടിമയായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത് പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ചു കൊടുത്തു. അവരുടെ ആ ചീർപ്പിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പറഞ്ഞ് ലവ് ഈസ് നോട്ട് പ്രൗഡ്. അഹങ്കാരം വരരുത്. മറ്റുള്ളവരെ കുറഞ്ഞതായിട്ട് കാണുകയും അത് ഒരു രീതിയിലും വരാൻ പാടില്ല. നമ്മുടെ കഴിവുകളെ ഓർത്തിട്ടുള്ള ചീർക്കലുണ്ടാകാം ചിലവർക്ക്. ചിലവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ ചില അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കാം. ചിലവർ അവർ സ്വന്തമായിട്ട് എടുത്തതിനെക്കുറിച്ചുള്ള ഭയങ്കര പ്രൗഡാകാൻ സാധ്യതയുണ്ട്. ഇനി വേണ്ട, സ്പിരിച്വൽ പ്രൈഡും വരാം. ഞാൻ ആത്മീകമായിട്ട് എന്തോ ഉയർന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ട് അത് വരാം. അത് വരാതിരിക്കാൻ നോക്കണം. ഞാനും നോക്കണം, നിങ്ങളും നോക്കണം. കാരണം യേശുവിൻ്റെ കാലത്തെ ഏറ്റവും വലിയ മത ലീഡേഴ്സായിട്ടുള്ള പരീശന്മാർക്ക് ആ പ്രശ്നം ഉണ്ടായി, അല്ലേ? അടുത്തത്, അയോഗ്യമായി നടക്കുന്നില്ല. സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. ലവ് ഈസ് നോട്ട് റൂഡ്.
അല്ലെങ്കിൽ ലവ് ഡസ് നോട്ട് ഡിസോണർ അതേഴ്സ്, അയോഗ്യമായി നടക്കുന്നില്ല, റൂഡ് അല്ല എന്ന് പറഞ്ഞാൽ, അതായത് എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമുണ്ട് ആത്മാഭിമാനം എന്ന് പറയുന്നത്. അതായത് ഒരാളെ അയാളുടെ ഡിഗ്നിറ്റിയെ അയാളെ നശിപ്പിക്കുന്ന രീതിയിൽ എന്താ പറയുന്നത്, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടോ ഒക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന പോലെ അവരെ താഴ്ത്തി സംസാരിക്കുക, അവരെ വേദനിപ്പിക്കുന്നത് പോലെ സംസാരിക്കുക. നമ്മൾ കറക്ഷൻസ് പറയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രധാനമാണ്, അതിൻ്റെ ടോൺ പ്രധാനമാണ്, അല്ലേ? ചിലവർ പറയാറുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല, വേറെ ഒന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇടവരരുത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പുറത്ത് നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ മറ്റേ ആൾക്ക് അതെങ്ങനെയാവും? അപ്പം പറയും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ നല്ല കുറവുണ്ട്. ലവ് ഈസ് നോട്ട് റൂഡ്. മറ്റേ ആൾക്ക് അത് എങ്ങനെ ആകുമെന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങളെ പറയാനായിട്ട് പഠിക്കും. ഇത് സ്പിരിച്വൽ മച്യൂരിറ്റിയിലോട്ട് വളരും തോറും സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ റൂഡാവുന്നതിൻ്റെ ഒരു ഭാഗമാണ് അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ കളിയാക്കി വിടുക. ഒരു പക്ഷേ വലിയ കാര്യമുള്ള കാര്യമായിരിക്കില്ല, പക്ഷേ ബഹുമാനത്തോടെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? പ്രത്യേകിച്ച് വീടുകളിലൊക്കെ റൂഡ് ബിഹേവിയർ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് അപ്പനാകാം, അമ്മയാകാം, മക്കളാകാം, ആർക്കും ഒരു വില കൊടുക്കാതെ ഞാൻ പറയുന്ന കേട്ടാൽ മതി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ആരുടെ അഭിപ്രായം കേൾക്കാതെ, ആ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ റൂഡായിട്ടുള്ള ആൾക്കാരാണ്. വീട്ടുകാരാണേലും ശരി, പബ്ലിക്കായിട്ട് നാട്ടുകാരുടെ മുമ്പ് വെച്ചിട്ടാണേലും അവരുടെ കുറ്റം പറയുക, അവരെ ഹ്യൂമിലേറ്റ് ചെയ്യുക, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് സ്നേഹത്തെ നശിപ്പിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. 7ാമത്തെ കാര്യം, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് സെൽഫ് സീക്കിംഗ്. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. പറഞ്ഞേ, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഇതെന്തിനാണെന്നറിയാം? നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പം നമ്മുടെ ക്വാളിറ്റി, സ്നേഹത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തിൽ വരുമ്പോഴത്തേക്ക്, ഏത് ബന്ധവും ആയിക്കോട്ടെ, അത് ഭാര്യ ഭർത്താവ്, പിതാവ് മക്കള്, എന്ത് ബന്ധമായിക്കോട്ടെ, നെയ്ബേഴ്സ് തമ്മിലുള്ള റിലേഷൻ, ചർച്ചിലുള്ള ബിലീവേഴ്സ് തമ്മിലുള്ള റിലേഷൻ, സ്നേഹം ഇറ്റ്സ് നോട്ട് സെൽഫ് സീക്കിംഗ്. ബന്ധങ്ങളിൽ വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ബന്ധം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം ഉണ്ടാക്കാം. ഓക്കെ, ഇതിനെയാണ് അപ്പോസ്തലൻ കറക്റ്റ് ചെയ്യുന്നത്. സ്നേഹം സ്വാർത്ഥമല്ല അന്വേഷിക്കുന്നത്. ഒരു ബന്ധത്തിൽ വരുമ്പോൾ മറ്റേ ആൾക്കും എന്ത് നന്മയുണ്ടാകുമെന്നൊന്ന് ചിന്തിക്കാൻ പറ്റുക. കുടുംബജീവിതത്തിൽ ഈ സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ മാത്രം ഒരു ഫാമിലി റിലേഷനിലോട്ട് വന്നു, ഹസ്ബൻഡും വൈഫും വന്നു, ഒരാൾ മാത്രം ഉയരണം, ഒരാൾക്ക് മാത്രം അതിൽ അഡ്വാൻറ്റേജ് കിട്ടണം എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ആ ബന്ധത്തിൻ്റെ ബ്യൂട്ടി ഇല്ലാതായി പോവുകയാണ്. ആ ബന്ധം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു മീനിങ്ലെസ് സംഭവമായിട്ട് മാറുകയാണ്. ഇനി ഞാൻ പറയട്ടെ, പേരൻസ് ചില സമയത്ത് ഇങ്ങനെ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈവൻ മക്കളെ വളർത്തുമ്പോൾ പോലും മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് പ്രയോജനം ഉണ്ടാകും? വയസ്സാങ്കാൽ തന്നെ നോക്കുമോ? ഞാനത് നേരെ തിരിച്ചും പറയാം, കുഞ്ഞുങ്ങളും സ്വാർത്ഥരാവരുത്. അപ്പനും അമ്മയുടെ നിന്നും എല്ലാം ഊറ്റിയെടുത്തിട്ട് അവസാനം അവരെ ഒരു കറിവേപ്പില പോലെ കളയുകയും ചെയ്യരുത്. ബന്ധങ്ങളിൽ സ്വാർത്ഥത വന്നു കഴിഞ്ഞാൽ സ്നേഹം ഇല്ലാതായി പോകും. എന്ത് വേദനിപ്പിക്കുന്ന കാര്യമാണെന്നോ അത് വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഇനി ചേർച്ചിൽ വരുമ്പോഴോ, നമ്മൾ ചേർച്ചിലായിരിക്കുമ്പോഴത്തേക്ക് ഈ ചേർച്ചിൽ നിന്ന് എനിക്കെന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതിൽ എനിക്കെങ്ങനെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് വ്യത്യാസങ്ങൾ വരും, അല്ലേ? സ്നേഹം ചൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, സാക്രിഫൈസ് ഓവർ സെൽഫിഷ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്മനാ സ്വാർത്ഥ സ്വഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പതിയെ പതിയെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തൊരു കാര്യമാണ് അവിടെ പറയുന്ന, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. പറഞ്ഞേ, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന് പറയേണ്ടി വരും. പക്ഷെ ആക്ച്വലി ഈ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലവ് ഈസ് നോട്ട് ഈസിലി ആങ്കേർഡ്. ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടിത്തെറിക്കത്തില്ലെന്ന്. അതായത്
ചെറിയ കാര്യങ്ങൾക്കും പൊട്ടിത്തെറിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ലവ് ഈസ് നോട്ട് ഈസിലി ആങ്കേർഡ് എന്നാണ് പറയുന്നത്. അതായത് റെസ്പോണ്ട് ചെയ്യുകയല്ല, അവർ റിയാക്ട് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട്. ഇതിനെ നമുക്ക് എക്സ്പ്ലോസീവ് ആങ്കർ എന്ന് വിളിക്കാം. അതായത് പൊട്ടിത്തെറിക്കുന്ന, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ. അതായത് ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അലറുക, വേണ്ടാത്ത വാക്കുകൾ യൂസ് ചെയ്യുക, ഇത്രയുള്ള കാര്യത്തിന് ഇത്രയും റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ബന്ധങ്ങളിലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ, ഞാൻ ഭാര്യ ഭർത്താവ് ഉദാഹരണം എടുത്തോട്ടെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈപ്പ് ബിഹേവിയർ അത് ഭാര്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എക്സ്പ്ലോസീവ് ആങ്കർ അത് ഒരു പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഒരു പ്രാവശ്യം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് കുറേ ആഴത്തിലുള്ള ചില മുറിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, കാരണം പറഞ്ഞുതരാം. അടുത്ത പ്രാവശ്യം ഒരു ഉദാഹരണം പറയാം. പാർട്ട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഒരു കറക്ഷൻ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ പ്രതികരിച്ചതെന്ന് വിചാരിക്കുക. അടുത്ത ഒരു പ്രാവശ്യം ഒരു കാര്യം പറയാൻ പേടിയാകും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലോസീവ് ആങ്കേഴ്സ് അനുഭവിച്ചിട്ടുള്ള ഒരു പങ്കാളിയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷനിൽ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങും. അയ്യോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, ചങ്കിടിക്കുന്നു, പറയാവോ, ഭയമാകാൻ തുടങ്ങും. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇമോഷണൽ വൂൺസ് ഉണ്ടാക്കും, ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കും. നമ്മൾ മനസ്സിലാക്കുക, ഹൃദയത്തിൽ മുറിവുണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന നിസ്സാര കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. പുറത്തെ മുറിവുകൾ നമുക്ക് മരുന്ന് വെച്ച് കെട്ടി ശരിയാക്കാൻ പറ്റും, പക്ഷേ ഇമോഷണൽ വൂൺസിന് ആഴം കൂടുതലാണ്. അത് എത്ര വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ ആ പെയിൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ട്. സോ നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. എൻ്റെ റിയാക്ട് ചെയ്യുന്ന രീതി മാറ്റണം, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പഠിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ആളുകൾക്ക് അടുക്കാൻ പേടിയാകും. അപ്പം ചിലപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്ന പുരുഷനോ സ്ത്രീയോ ആരോ ആയിക്കോട്ടെ, ചിലപ്പോൾ വിചാരിക്കും എല്ലാവർക്കും ആരും എന്നോട് ഒന്നും എതിർത്ത് സംസാരിക്കും, എല്ലാവരും എന്നെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി സംഭവിക്കുന്നത് അടുക്കാൻ പേടിയായതുകൊണ്ടായിരിക്കും കാര്യങ്ങളൊന്നും പറയാത്തത്. അവരും ഒരു വേറൊരു ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകും. ഇറ്റ് ബ്രേക്സ് റിലേഷൻഷിപ്സ്, നല്ല ബന്ധങ്ങളില്ലാതാക്കി കളയും. മാത്രമല്ല പിന്നെ ആരെങ്കിലും ഒരു കറക്ഷനോ ഒരു അഡ്വൈസോ ഒന്നും പറയാൻ പേടിയാകാൻ തുടങ്ങി. സൈലൻസ് ഇസ് ട്രൂത്ത്. മറ്റൊരു കാര്യം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ വിറ്റ്നസ്, നമ്മുടെ ആത്മീക സാക്ഷ്യം പോവുകയാണ്. ഇങ്ങനെ ബിഹേവ് ചെയ്ത ഒരാൾ അടുത്ത സെക്കൻഡിൽ പോയിരുന്ന് കൈ ഉയർത്തി പാടി ആരാധിക്കുന്നതോ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവവചനം പറഞ്ഞ് സ്തുതിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പിതാവോ മാതാവോ വീട്ടിലുണ്ട്. അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് 6 മണിക്ക് 7 മണിയാകുമ്പോൾ പിള്ളേരെ വിളിക്കാം, വാ മക്കളെ നമുക്ക് കൈയടിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് വചനം വായിക്കാമെന്ന് പറയുമ്പം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അതുമാത്രമല്ല, ഇതുപോലെ ബിഹേവ് ചെയ്യുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധമായിരിക്കും. ചെയ്യണ്ടായിരുന്നെന്ന്, എന്തിനാ ഈ റിഗ്രറ്റുമായിട്ട് നടക്കുന്നത് അല്ലേ? സ്നേഹമുള്ളപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്യണം. അടുത്തത്, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് പോലെ ലവ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ലവ് കീപ്സ് നോ റെക്കോർഡ് ഓഫ് റോങ്സ്. അതായത് നമ്മൾ മനസ്സിലാക്കാൻ, നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സാണ്, നമ്മൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പം നമ്മൾ സാധാരണ അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ പോലും കർത്താവ് എൻ്റെ പാപം അങ്ങ് ക്ഷമിച്ചേക്കണം, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി. അങ്ങനെയല്ല കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണേ. നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ഫൊർഗീവ്നെസ്സിന് നമ്മൾ അർഹരല്ലാതായി തീരുകയാണ്. ഈ ദോഷമെല്ലാം കണക്കിട്ട് വെക്കുക, അതിങ്ങനെ നമുക്ക് മറവിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാര്യങ്ങൾ ഓർത്തിരിക്കും, പക്ഷെ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ ആ വൈരാഗ്യവും ഉള്ളിൽ വെച്ച് അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതം ഒട്ടും നന്നായി മുമ്പോട്ട് പോകത്തില്ല. അടുത്തൊരു പോയിന്റാണ്, സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. പറഞ്ഞേ, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നത്. ലവ് ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ഈവിൾ ബട്ട് റിജോയ്സസ് വിത്ത് ദ ട്രൂത്ത്. ഇത്
ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു അനീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോശമായ കാര്യം സംഭവിച്ചോ എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന്, അയാളുടെ ജീവിതത്തിൽ ഒരു വലിയ പരാജയം വന്നു, അയാളൊരു വലിയ തെറ്റിൽ അകപ്പെട്ടു പോയി, അയാളുടെ കുടുംബത്തിലൊരു മോശമായ കാര്യം സംഭവിച്ചു. ഇത് കേൾക്കുമ്പോൾ അനീതിയിൽ സന്തോഷിക്കത്തില്ല. വേറൊരാൾക്ക്, അത് നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആളും ആയിക്കോട്ടെ, നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും, ഒരു അനീതി നടക്കുമ്പോൾ, ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ആ വീട്ടിൽ നിന്ന് കേൾക്കുമ്പം അതിൽ സന്തോഷിക്കാൻ പറ്റത്തില്ല. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിലെ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ പറയാം, ലവ് നെവർ സെലിബ്രേറ്റ്സ് സിൻ, ഫെയിലിയർ ഓർ ഡൗൺഫോൾ ഓഫ് അതേഴ്സ്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഹൃദയത്തിലാണെങ്കിൽ പോലും മറ്റൊരാളുടെ ഒരു വീഴ്ച, പതനം, ഒരു വീട്ടിലുണ്ടായൊരു പ്രശ്നം കേൾക്കുമ്പം ഹൃദയത്തിൽ പോലും പടക്കം പൊട്ടിക്കരുത്. ചിലർ പുറമേ കാണിക്കത്തില്ല, അയ്യോ പറ്റിപ്പോയില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. ഡോണ്ട് എൻജോയ് ഗോസിപ്പ്. അതായത് ഇവിടെ പറയുന്ന ഇതാ, അനീതിയിൽ സന്തോഷിക്കത്തില്ല. മറ്റൊരാളുടെ കാര്യത്തെക്കുറിച്ച് ഒരു പരദൂഷണം കേൾക്കുമ്പോഴത്തേക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? പക്ഷെ നമുക്കറിയാവുന്ന കാര്യം, ഈ ഗോസിപ്പ് പറയുന്നവർ, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവർ അതിലൊരു പ്രത്യേക സുഖം കണ്ടെത്താറുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ആൾക്കാർ ഗോസിപ്പ് ചെയ്യുന്നത്? ആ പരദൂഷണം പറയുമ്പം ഒരു ചെറിയ കിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആ വേർഡ് മനഃപൂർവ്വം തന്നെ യൂസ് ചെയ്തതാ, ഒരു സന്തോഷം. ഈ നെഗറ്റീവ് എനർജി എല്ലാം കൂടെ നന്നായിട്ട് ബോണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണേ. ഗോസിപ്പ് എൻജോയ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ ഒരു ഗ്രൂപ്പ് അങ്ങനെ അങ്ങ് ആവും, കുറ്റം പറയാനായിട്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനായിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതേ കാര്യം നമ്മുടെ വീട്ടിൽ സംഭവിച്ചാൽ അത് നമുക്ക് വേദനയാണ്. അപ്പം വേറൊരാളുടെ വീട്ടിൽ ഒരു വേദനിപ്പിക്കുന്ന കാര്യം, മറ്റൊരാൾക്ക് ഒരു വേദനിപ്പിക്കുന്ന കാര്യം നടക്കുമ്പം അതൊരിക്കലും നമുക്ക് സന്തോഷത്തിന് കാരണമായി മാറാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് എന്തുകൊണ്ടാണ് ഇത് എൻജോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലല്ലല്ലോ നടന്നത്, ഞാൻ അവരെക്കാളും നല്ലതാണല്ലോ, ഇങ്ങനെയുള്ളൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ടെമ്പററി ഒരു എലിവേഷൻ കിട്ടും, ഒരു സന്തോഷം. ഞാൻ അവരെക്കാളും ബെറ്ററാണ്, എൻ്റെ കുറ്റമൊന്നും അല്ല, ഞാൻ നല്ല വ്യക്തിയാണ്, മറ്റവരുടെ ജീവിതത്തിലാണത് സംഭവിച്ചത്, ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യം. അതുപോലെ ഒരു ഇമോഷണൽ എക്സൈറ്റ്മെൻറ്റും, പിന്നെ എല്ലാറ്റിലും ഉപരിയായിട്ട് സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റിയാണ്. മറ്റുള്ളവർക്ക് ഒരു അനർത്ഥം വന്നു കഴിയുമ്പോൾ സന്തോഷിക്കാനായിട്ട് പറ്റുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം മൽക്കോസിൻ്റെ കാതർത്തു. പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല യേശു മൽക്കോസിൻ്റെ ചെവി സൗഖ്യമാക്കിയത്. തൻ്റെ മുമ്പിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ ഒരു വേദന കണ്ടപ്പം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം അലിഞ്ഞു, അല്ലേ? തന്നെ തുപ്പിയവരെ, അടിച്ചവരെ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ്, അല്ലേ? ഓക്കെ. അടുത്തത്, സ്നേഹം എല്ലാം പൊറുക്കുന്നു. ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. ഞാനിവിടെ ഒരു പിക്ചർ ഇട്ടേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു കുട വെച്ച് മറച്ചേക്കും, അത് അതിൻ്റെ അർത്ഥം. സ്നേഹം കവർ ചെയ്യുന്നു എന്ന്. സ്നേഹം പൊറുക്കുന്നു എന്ന് പറഞ്ഞാൽ ലവ് പ്രൊട്ടക്ട്സ് എന്ന് പറഞ്ഞാൽ, ലവ് കവേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു കാര്യം പറ്റി, അത് പുറം ലോകം അറിയണ്ടെന്ന് നമ്മളുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുമെന്നറിയാമോ? കവർ ചെയ്യും. ഓക്കെ, ലവ് കവേഴ്സ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സത്യസന്ധത ഇല്ലാത്തത് കൊണ്ടല്ല. എല്ലാം എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ അത് ഡീൽ ചെയ്യേണ്ട പോലെ ഡീൽ ചെയ്ത് കൊടുക്കുക, പക്ഷെ മറക്കേണ്ടത് ചിലത് മറച്ചു കൊടുക്കും, അല്ലേ? അതാണ് അവിടെ പറയുന്നത്, സ്നേഹം പൊറുക്കുന്നു. സ്നേഹം പൊറുക്കുന്നു. ഒരു സേഫ് സ്പേസ് ഫോർ ഗ്രോത്ത്. പറ്റിപ്പോയി, പക്ഷെ അവിടെ നിന്ന് അത് കറക്റ്റ് ചെയ്യാനും വീണ്ടും തിരിച്ചു വളരുവാനുമുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. പറഞ്ഞേ, ലവ് ഓൾവേസ് പ്രൊട്ടക്ട്സ്. അടുത്തത്, എല്ലാം വിശ്വസിക്കുന്നു. ലവ് ഓൾവേസ് ട്രസ്റ്റ്. അതായത് ഞാൻ പ്രൊട്ടക്ട്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പെട്ടെന്ന് മനസ്സിലോട്ട് വരികയാണ്. യേശുവിൻ്റെ അടുക്കൽ അഡൾട്ടറിയിൽ പിടിച്ചിട്ട്
ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ട് വരികയാണ് എല്ലാവരും കൂടെ കല്ലെറിയാനായിട്ട്. ആ സ്ത്രീയുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അവളുടെ ആ തെറ്റ് എല്ലാവരുടെ മുമ്പിൽ അത് അറിയാണ്. എല്ലാവരും കല്ലെടുത്ത് റെഡിയാണ് എറിയാനായിട്ട്. യേശു ഒരു അനുവാദം കൊടുത്താൽ മതി. ആ ഒരു അവസ്ഥയിൽ കർത്താവ് അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കർത്താവ് എന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്ന് വിരലുകൊണ്ട് എഴുതി ഒരു വാക്കും പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്ന്. പക്ഷേ യേശു കർത്താവ് അവിടെ ആ ഒരു കൊട പിടിച്ചു കൊടുക്കുന്നതിലൂടെ അവളുടെ തെറ്റല്ലെന്ന് പറയുകയല്ല, പക്ഷെ അവളോട് സ്നേഹത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പോക, ആരും നിന്നെ കുറ്റം വിധിച്ചില്ല, പക്ഷെ ഇനി പാപം ചെയ്യരുത്. അവൾക്ക് വീണ്ടും ഒന്ന് തെറ്റുതിരുത്താനും അവളുടെ ജീവിതം ഒന്ന് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ലവ് പ്രൊട്ടക്ട്സ്. അടുത്തത് എല്ലാം വിശ്വസിക്കുന്നു. ലവ് ഓൾവേസ് ട്രസ്റ്റ്. അതായത് ഒരു പ്രതീക്ഷയാണിത്. നമുക്ക് സ്നേഹം ഉള്ളപ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മാറ്റങ്ങൾ മറ്റേ വ്യക്തിയിൽ വരുന്നില്ലായിരിക്കും. പക്ഷേ അവിടെ ഒരു വിശ്വസിക്കുകയാണ്, മാറ്റം വരും, അതിനുള്ള ടൈം. നമുക്കറിയില്ലല്ലോ ആർക്കെന്നാ മാറ്റം വരാൻ പോകണം അല്ലേ. ചിലപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, ഒരാളുടെ ഒരു സ്വഭാവം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 5 വർഷമായിട്ടും ഒരു വ്യത്യാസം കാണുന്നില്ല, പക്ഷെ 10ാമത്തെ വർഷം വ്യത്യാസം വരില്ലെന്ന് ആര് കണ്ടു? ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോവാണ്. യേശു കർത്താവ് യൂദാ ഇസ്കറിയാത്തോ യേശുവിൻ്റെ കൂടെയുണ്ട്, ശിഷ്യനായിട്ട് അല്ലേ, അപ്പോസ്തലനായിട്ട് കൂടെയുണ്ട്. ഇടയ്ക്ക് കള്ളത്തരം കാണിച്ച് യേശുവിൻ്റെ ആ ട്രഷറിയിൽ നിന്ന് ആ പണസഞ്ചിയിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്നതും ഇതെല്ലാം യേശുവിന് അറിയാം, യൂദാ ഇസ്കറിയാത്ത്. പക്ഷെ സ്റ്റിൽ യേശു കർത്താവ് യൂദായെ അവിടെ അനുവദിക്കുകയാണ്. നീ കാല് കഴുകുന്ന സമയത്ത് യേശു പത്രോസിൻ്റെ യാക്കോബിൻ്റെ എല്ലാം കഴുകിയിട്ട് യൂദായോട് മാറ്റി വെക്കുക, കാല് ഞാൻ കഴുകാൻ പോണില്ലെന്ന് പറഞ്ഞില്ല. യേശു കഴുകി. എന്തുകൊണ്ടാണ് യേശു അത് ചെയ്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് അവിടെ ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനം ദൈവം എല്ലാവരുടെയും മനസ്സിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടത്. യൂദായ്ക്കും ഒരു അവസരമാണ്. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു മാറ്റത്തിലുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലവ് ഓൾവേസ് ട്രസ്റ്റ്. അടുത്തത് എല്ലാം പ്രത്യാശിക്കുന്നു. ഇതുപോലെ തന്നെ വരുന്ന കാര്യം. ലവ് ഓൾവേസ് ഹോപ്സ്. എല്ലാം മോശമായിട്ടിരിക്കുമ്പോഴും ഒരു ഹോപ്പുണ്ട്, മാറ്റം സംഭവിക്കാം അല്ലേ. ആരും ഇനി ഒരിക്കലും ഇത് നന്നാകാൻ പോണില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നില്ലെന്നാണ് അവിടെ പറയുന്നത്. അടുത്തത് എല്ലാം സഹിക്കുന്നു. ലവ് ഓൾവേസ് പെർസിവേഴ്സ്. ഇതെല്ലാം ഒരേ അർത്ഥം വരുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോണത്. ലവ് ഓൾവേസ് പെർസിവേഴ്സ്, കൂടെ നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോഴും വീഴ്ചകൾ വരുമ്പോഴും കൂടെ നിന്ന് സഹായിക്കുകയാണ്. വീണ്ടും എഴുന്നേൽക്കാൻ, ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ ആ ടേം വളരെ ചലഞ്ചിങ് ആണ്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ലവ് നെവർ ഫെയിൽസ്. ഒരാളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗപ്പെ സ്നേഹമാണെങ്കിൽ, ഫെലയോ സ്നേഹം നിന്നു പോകാം, ഇറോസ് നിന്നു പോകാം, ഈവൻ സ്റ്റോൾജ് നിന്നു പോകാം. പക്ഷേ ദൈവസ്നേഹമായ അഗപ്പയിൽ നമ്മൾ സ്നേഹിക്കുമ്പം ആ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല. എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകുന്ന ഒരവസ്ഥ വരുന്നില്ലെന്നാണ് പറയുന്നത്. ലവ് നെവർ ഫെയിൽസ്. അതില്ലാതായി പോകുന്നില്ല. ആ ഒരു സ്നേഹത്തിൻ്റെ ലെവലിലോട്ട് വളരാനാണ്. എനിക്കറിയാം, ഞാനിതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ ഷോർട്ട് കമ്മിങ്സും ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഓരോരുത്തരും അത് ചിന്തിക്കേണ്ട. നമ്മൾ എത്രത്തോളം, നമ്മൾ പലപ്പോഴും ഒത്തിരി വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പോസ്തലൻ നമ്മളെ ഈ വചനത്തിൽ കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, എല്ലാം ഉള്ളപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും പ്രവചനവരമുണ്ടായാലും എല്ലാ മർമ്മവും എല്ലാ ജ്ഞാനവും സകലതും അറിയാം. ഡോക്ടറിനറിയാം, തിയോളജി അറിയാം, കീറി പറയാനറിയാം. പക്ഷെ ഒന്നുമില്ലെങ്കിലും അന്നദാനം ചെയ്താലും എല്ലാം ചെയ്തു, എല്ലാം വീട്ടിൽ നിന്ന് കൊടുത്തു, എല്ലാവർക്കും ദാനധർമ്മം ചെയ്തു, ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. നമുക്ക് ആ ലാസ്റ്റത്തെ പോർഷൻ ഒരുമിച്ച് വായിച്ച് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ അപ്പോസ്തലൻ ഇവരെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെയാണ് ചിന്തിക്കുന്നത്.
പക്ഷേ നമ്മൾ സ്പിരിച്വലി മെച്യൂർ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ചിന്തകളിൽ വ്യത്യാസം വരും. അപ്പോസ്തലൻ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവർ ആത്മീയമായിട്ട് ഇപ്പോഴും വളർന്നിട്ടില്ല, ശിശുക്കളെ പോലെ. അപ്പം നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കൊണ്ട് ഞാനാണ് വലുത്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭ എന്തിനാണെന്നുള്ള തിരിച്ചറിവില്ലാതെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താലാണ് ഇത് യുണൈറ്റഡ് ആയിട്ടുള്ളതെന്നുള്ള തിരിച്ചറിവില്ലാതെ ഡിവിഷൻസ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് ക്രിസ്തുവിനെ വിഭജിക്കുന്ന രീതിയിലുള്ള ആക്കിയെടുക്കുന്ന, അതിനെ കറക്റ്റ് ചെയ്യാൻ പൗലോസ് അപ്പോസ്തലൻ ശ്രമിക്കുന്നത്. നമുക്ക് വായിക്കാം 8-ാം വാക്യം മുതൽ ഒരുമിച്ച് വായിച്ചേ. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താണെന്ന് ഞാൻ അറിയും. എന്താണ് അറിയുന്നത്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിച്ച് ദൈവമക്കളായി തീരുവാൻ നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ദൈവത്തെ സ്നേഹിക്കുക. അവൻ നമുക്ക് തന്നിരിക്കുന്ന കൽപ്പന നമ്മുടെ സഹജീവികളെ സ്നേഹിക്കുക. ഏറ്റവും വലിയ കൽപ്പന ഇതാണ്, ഒരു സംശയവുമില്ല. ഈ കൽപ്പനയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.